വി ഡി സതീശനും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള പോരും മുറുകുകയാണ്. വി ഡി സതീശൻ പറയുന്നത് അടുത്ത തവണ ഞാൻ UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നുള്ളതാണ്. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് 100 സീറ്റ് നേടിയാൽ ഞാൻ ഈ സ്ഥാനം രാജിവെക്കുമെന്നുള്ളതാണ്. എങ്ങോട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പോകുന്നത്? ഈ പ്രശ്നങ്ങൾ എങ്ങോട്ട് പോകാനില്ല. ഇതിപ്പോൾ ഷിബിലി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, വെള്ളാപ്പള്ളി നടേശൻ വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. ഇത്ര ധിക്കാരിയും അഹങ്കാരിയുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടില്ല. കൂടാതെ അദ്ദേഹം ഒരു പരമപന്നൻ ആണ് എന്നൊക്കെ വിളിക്കും. അതൊക്കെ അങ്ങനെ വിളിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ടൊക്കെ അങ്ങനെ വിളിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ലൈസൻസ് ഉള്ള ഒരാളാണ്. ആളുകൾക്കെതിരെ എന്തും പറയാൻ ലൈസൻസ് ഉള്ള ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചോദിച്ചേക്കുന്നത് 100 സീറ്റ് നേടും 100 സീറ്റ് നേടും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ എന്നൊരു ചോദ്യം ചോദിച്ചാണ്. അപ്പം അത് വി ഡി സതീശൻ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷേ വി ഡി സതീശൻ അതിന് പറഞ്ഞേക്കുന്നത് വളരെ പക്വമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വി ഡി സതീശനിൽ നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഞാൻ 100 സീറ്റ്, അതായത് ഒരു ഗംഭീരമായ തകർപ്പൻ വിജയം, ഈ 100 എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, UDF ഉണ്ടായില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, നിങ്ങൾ പിന്നെ എന്നെ കാണില്ല എന്നുള്ളതാണ് പത്രക്കാരോട് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വനവാസത്തിന് പോകാൻ ഇപ്പോഴും വനമൊന്നും അങ്ങനെ അത് നിഗൂഢമായ വനമൊന്നുമില്ലല്ലോ. പക്ഷേ എങ്കിൽ പോലും വനമൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ടൊന്നും പോകാൻ പോകില്ല. അദ്ദേഹം രാഷ്ട്രീയം വിടും എന്നുള്ളൊരു സൂചനകളാണ് അദ്ദേഹം നൽകിയേക്കുന്നത്. അപ്പോൾ ഷിബിലി ഇത് രാഷ്ട്രീയമൊന്നും വിട്ടാലും ഇല്ലെങ്കിലും ഇനി ഒന്ന് അതങ്ങനെ സീറ്റ് കിട്ടിയില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും വിടും എന്നുള്ളതൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അതിപ്പോൾ അങ്ങനെ UDF ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ തന്നെ അദ്ദേഹം മാറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത് പക്ഷേ വി ഡി സതീശൻ പറഞ്ഞേക്കുന്നതാണ്, അദ്ദേഹം പറയുന്നത് ഇത് കിട്ടിയാൽ ഞാൻ രാജിവെക്കും എന്നുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് SNDP യോഗം സെക്രട്ടറി. അദ്ദേഹം രാജിവെക്കുമെന്ന് പറഞ്ഞത് നമ്മളത്ര ഗൗരവത്തിലൊന്നും എടുക്കണ്ട. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് രാജിവെച്ചിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ഇപ്പോൾ രാജിവെച്ചുകൊണ്ട് ഇനി തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് വെച്ചാലും തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ അത് നമുക്കറിയാലോ. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് MP സീറ്റ് കൊടുത്തത്. എവിടെ അദ്ദേഹത്തിന് MP ആക്കരുന്നു. അത് അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു മാറ്റമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകാനില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ വി ഡി സതീശൻ ഇത് പറയാതെ വഴിയില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, പാലോട് രവി കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇത് ഈ പാർട്ടി മൂന്നാമതാകും, ഇത് നശിച്ച് നാറാടക്കല്ല് പറിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രവർത്തകർക്ക് എന്തായാലും ഒരു ആവേശം കൊടുത്തേ പറ്റൂ. അപ്പോൾ ആവേശം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അത് വളരെ കോൺഫിഡൻ്റായി അത് ഏറ്റെടുത്തു. പിന്നെ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ നിന്നിട്ട് ഞങ്ങളങ്ങനെ വനവാസത്തിന് വി ഡി സതീശനെ അയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ ഈ കാണേണ്ടത്, ഈ തല്ലിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ രണ്ടുപേരും പറയുന്നതിൻ്റെയൊക്കെ പ്രശ്നം എവിടെയാണെന്നറിയാമോ? പ്രശ്നം വി ഡി സതീശനെ പിന്തുണക്കാനായിട്ട് കോൺഗ്രസ്സുകാരും വരുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു? അതെ സാർ, ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം എടുത്തുമ്പോൾ വി ഡി സതീശന് മൈലേജ് കൂടുകയല്ലേ ചെയ്യുക? വെല്ലുവിളി ഏറ്റെടുത്ത് അല്ല, വി ഡി സതീശന് മൈലേജ് കൂടും എന്നൊക്കെ പറഞ്ഞാൽ ഷിബിലി ഉദ്ദേശിക്കുന്ന പോലെ മൈലേജ് കൂടുമെന്നല്ല ചെയ്യണത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ തോതിലുള്ള വർഗീയമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ദേശത്തിലാണ് പല പ്രസ്താവനകളും വെള്ളാപ്പള്ളി നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, വെള്ളാപ്പള്ളി BJP സംഘപരിവാരൊക്കെ എഴുതി കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. താൽക്കാലികമായി അതുകൊണ്ട് LDF ഗുണമുണ്ട്, അതുകൊണ്ട് LDF മിണ്ടാതിരിക്കുന്നു. പിന്നെ വി ഡി സതീശൻ പറയുന്നത് പിണറായി പറഞ്ഞിട്ടാണ് ഇതെല്ലാം പറയുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ലോങ് ടൈമിലേക്ക് ഇത് സംഘപരിവാറിനും BJP സഹായിക്കുന്ന ഒരു കാര്യമാണ്, ഷോർട്ട് ടൈമിലേക്ക് പിണറായിയെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഷിബിലി ഇതുകൊണ്ട് ഉണ്ടാകാൻ പോണേ? ഇപ്പോൾ വി ഡി സതീശനെതിരെ ഇത്രമാത്രം കരുത്തുറ്റ വാക്കുകളുമായിട്ട് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി വരുന്നതെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആര് മേടിച്ചു? വി ഡി സതീശൻ മേടിച്ചു. ആ വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ അവർ മതരാഷ്ട്രവാദക്കാരല്ലാന്ന് പറഞ്ഞ് എൻഡോസ് ചെയ്തു. യഥാർത്ഥത്തിൽ ശരിയാണ്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കണമെങ്കിൽ അങ്ങനെ പബ്ലിക്കായി പറയണമെന്ന് പറഞ്ഞിരുന്നു. അത് വി ഡി സതീശൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം ഇന്ന് മുസ്ലിം ലീഗാണ് പറയുന്നത് ഞങ്ങളെ വി ഡി സതീശനെ വനവാസത്തിന് അയക്കില്ല എന്ന് പറയുന്ന ആര്? മുസ്ലിം ലീഗ്. പിന്നെ വി ഡി സതീശൻ ഉറച്ച പോരാട്ടം നടത്തുന്നു, ഗർജിക്കുന്നു, വി ഡി സതീശൻ ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസുമാണ് വലിയ തോതിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം. യഥാർത്ഥത്തിൽ ഇപ്പം അടൂർ പ്രകാശിനൊന്നും വന്ന് പറയാൻ പറ്റൂല, അതവിടെ നിൽക്കട്ടെ. അടൂർ പ്രകാശും അതുപോലെ കെ ബാബുവും ഇതുപോലെയുള്ള ആളുകളും ഒക്കെ വന്നിട്ട് വി ഡി സതീശനെ അനുകൂലിച്ച് പറയുകയും
വലിയ തോതിൽ വലിയ ഈ ഒരു പ്രതിരോധം തീർക്കുകയുമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ മൈലേജ് അങ്ങനെയാണെങ്കിൽ ഷിബിലി പറയുന്ന പോലെ കൂടുമായിരുന്നു. കാരണം എന്താ, അപ്പൊ BD സതീശൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഏത് ആളുകൾ വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കുമ്പോൾ നല്ല സ്റ്റാൻഡാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇത് വളരെ മൈൽഡായിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരു നേതാവ്, അതായത് കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാവ് പോലും ഇങ്ങോട്ട് വളരെ കടന്നാക്രമിക്കുമ്പോൾ അങ്ങോട്ട് ഒരു തിരിച്ചാക്രമണം നടത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് പാർട്ടിയിൽ നിന്നുണ്ടാവുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് ഷിബിലിക്ക് അറിയോ? എന്തുകൊണ്ടാണ് ഇപ്പൊ ബാക്കിയുള്ള ആരും ഇതിനെ എതിർക്കാത്തത്? നാളെ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും തന്നെ വെള്ളാപ്പള്ളിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ചിലവും പുള്ളി കാണാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, പുള്ളിക്ക് ചെറിയ തോതിലെങ്കിലും സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ അവിടെ ഉറപ്പായിട്ടും സ്ഥാനാർത്ഥിയെ നോക്കി പുള്ളി എന്ത് ചെയ്യാൻ പറയും? മാറ്റി ചെയ്യാൻ പറയും. അപ്പം അങ്ങനെ മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രശ്നമാവില്ലേ എന്ന് വിചാരിച്ചാണ് ആരും മിണ്ടാത്തത്. ഒരു കാര്യം, ഇനി ചില VD സതീശനോട് അടുത്ത് നിൽക്കുന്ന യൂത്ത് നേതാക്കന്മാർ പല ആളുകളൊക്കെ ചില ആളുകൾ ഇപ്പോൾ പ്രശ്നത്തിൽപ്പെട്ടുകൊണ്ട് മിണ്ടില്ല, പക്ഷെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ മിണ്ടണമെന്നുണ്ടാവും. അവരോട് സതീശനും പറഞ്ഞിട്ടുണ്ട് മിണ്ടണ്ടാന്ന്. എന്താ കാര്യം എന്നറിയോ? മൊത്തത്തിൽ ഇത് കോൺഗ്രസിനെ അഫക്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി അങ്ങനെ കൊണ്ട് പിണക്കിയാൽ അഫക്റ്റ് ചെയ്തേക്കാം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ട്. അപ്പൊ അത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ അവർ പൊതുജനങ്ങളിൽ വലിയ സ്വീകാര്യതയുള്ള നേതാക്കന്മാരായി നിൽക്കുന്ന ഘട്ടം കഴിഞ്ഞു. അതാണ് എന്നെ ഭയപ്പെടുന്നത്. മത നേതാക്കളുടെയും ഇതുപോലെ സമുദായ സംഘടനാ നേതാക്കളുടെയും ഒക്കെ വാക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരോട് തിരിച്ചൊന്നും പറയാനില്ല, വളരെ മൈൽഡായി മാത്രം റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം എത്തിയിരിക്കുന്നു. ഇപ്പൊ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന ഒരു കാലത്താണെങ്കിൽ അദ്ദേഹം വന്ന് ഇപ്പൊ വെള്ളാപ്പള്ളി ഗണേശന്റെ പ്രസ്താവന കയറി ആഞ്ഞടിച്ച് അതിതീവ്രമായി സംസാരിച്ചാൽ പോലും ഒന്നും സംഭവിക്കാനില്ലായിരുന്നു. VS അച്യുതാനന്ദൻ തോൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ അത്തരത്തിലുള്ള നേതാക്കന്മാര് രാഷ്ട്രീയം ഇല്ലാതാവുകയും മത സമുദായിക സംഘടനകളുടെയൊക്കെ അടുത്ത് എന്ന് മറ്റേ വളരെ ഭവ്യതയോടുകൂടി നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിയൂ എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ വിചാരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശവും കൃത്യമായ ആളുകളുടെ മനസ്സിലേക്ക് ഇത് മതപരമായ ജാതീയമായിട്ടുള്ള ചിന്തകളും ഒക്കെ തന്നെ എന്ത് ചെയ്തു. പിന്നെ VD സതീശൻ മറുപടി പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അതെന്താണ്? VD സതീശൻ ഈഴവ വിരുദ്ധനാണെന്ന് പറഞ്ഞേക്കണം. K സുധാകരൻ അവിടെ നിന്ന് ഓടിച്ചു. അതുകൂടാതെ മറ്റേ പറവൂരിൽ നിന്ന് ജയിക്കുന്നതിലുള്ള അഹങ്കാരമൊന്നും വേണ്ട, പലരും തോറ്റിട്ടില്ല. ഇപ്പൊ VM സുധീരൻ അടക്കമുള്ള ആളുകൾ തോറ്റിട്ടില്ല എന്ന് ചോദിക്കണം. അപ്പൊ ഇതിനൊക്കെ മറുപടി പറയണ്ടേ? മറുപടി പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? പക്ഷെ ഞാനിപ്പോൾ സതീശനെ കുറ്റപ്പെടുത്തില്ല, നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിപ്പിടിക്കണം. അല്ലാതെ ഒരു രാഷ്ട്രീയവും ആ രാഷ്ട്രീയവുമായിട്ടുള്ള ആശയത്തിനുമൊക്കെ പ്രാമുഖ്യം കിട്ടിയ കാലം പോവുകയും മതപരവും ജാതീയവുമായിട്ടുള്ള വേർതിരിവുകൾക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ടാവുകയും അതുതന്നെ സമുദായ നേതാക്കളുടെയും മത നേതാക്കളുടെയൊക്കെ സ്വാധീനം കൂടി വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഷിബിലി ആരെയും എതിർക്കാത്തത്. ഇപ്പൊ പാംപ്ലാനി പിതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ആരും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കുകയുണ്ട്, എതിർക്കാറില്ല. കുറച്ചെങ്കിലും അങ്ങനെ എതിർക്കാൻ ധൈര്യം കാണിക്കുന്നത് എന്താ കുഴപ്പം പറഞ്ഞാലും പിണറായിയാണ്. പിണറായി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പൊ അത്തരത്തിൽ സ്വന്തം സംഘടനയെയും സ്വന്തം മറ്റേ പാർട്ടിയെയും ഒക്കെ ശക്തിപ്പെടുത്താൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മറന്നുപോയിരിക്കുന്നു എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. മതം രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്നു അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ ഇൻഫ്ലുവൻസ് കൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ ഞാനിപ്പോൾ സതീശനെ പോലും കുറ്റപ്പെടുത്താത്തത്, സതീശനാണ് അതിനെ പരിമിതമായിട്ടെങ്കിലും ചെറുക്കുന്നത്. ആ ചെറുക്കുന്നതിന് വേറെ കാരണങ്ങളുണ്ട്. കാരണം മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എന്ത് ചെയ്തേ പറ്റൂ? വെള്ളാപ്പള്ളിയെ ഈഴവർ തള്ളിക്കളയും എന്ന് പറഞ്ഞ് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നിട്ട് മറ്റേ ഇവരൊക്കെ കൂടി വീഡിയോ ചെയ്യുകയാണ്. ആരൊക്കെ? സീതാവീദും നിഷാദ് റാവുത്തറും കൂടി വീഡിയോ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അതുണ്ടാക്കാൻ പോകുന്നത് ഗുണകരമായ മാറ്റമാണോ? ഈഴവരൊക്കെ തന്നെ അത് കേട്ടിട്ട് എന്ന് തള്ളിക്കളയോ, അതോ ഈഴവർ വിചാരിക്കുക അവർ നമ്മുടെ നേതാവിനെ മോശമാക്കണമെന്ന് വിചാരിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അടൂർ പ്രകാശോ കെ ബാബുവോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ യുവ നേതാക്കൾ ആരെങ്കിലുമോ ആണ് വെള്ളാപ്പള്ളിക്ക് മറുപടി പറയുകയോ ചെയ്തിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സിംറ്റംസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ.
അങ്ങനെ സിംറ്റംസ് ഉള്ളത് കൊണ്ടും അങ്ങനെ നാടായത് കൊണ്ടും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ള ധൈര്യം ഇതുപോലെയുള്ള സാമുദായിക നേതാക്കന്മാർക്കും സംഘടനകൾക്കും ഒക്കെ ഉണ്ടാകുന്നത്.